തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. കഴിഞ്ഞ ദിവസം കോസ്റ്റ് ഗാർഡും നേവിയും നടത്തിയ തെരച്ചിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് അവസാനിപ്പിച്ചത്. അഴിമുഖത്തുവച്ച് മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് അഞ്ചുതെങ്ങ് സ്വദേശികളായ ശ്രീജിത്ത്, ശ്രീമോൻ എന്നിവരെയാണ് കാണാതായത്. രാവിലെ മുതൽ തന്നെ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിക്കും. അഴിമുഖത്ത് ബോട്ട് അപകടം നടന്ന സ്ഥലത്താണ് കോസ്റ്റൽ പോലീസ് തിരച്ചിൽ നടത്തുക. ഒപ്പം ഡ്രോൺ നിരീക്ഷണവും ആരംഭിക്കും. വിഴിഞ്ഞത്ത് നിന്നും കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും സേവനം ഇന്നും തേടും. സ്ഥലത്തെ ശക്തമായ തിരയും മോശം കാലാവസ്ഥയുമാണ് തിരച്ചിൽ ദുഷ്കരമാക്കുന്നത്. ഇന്ന് കൂടുതൽ വിദഗ്ധരുടെ സംഘം തിരച്ചിൽ നടത്തും. ജൂലൈ 31-ാം തീയതി രാത്രി 8 മണിക്കാണ് മത്സ്യബന്ധനയാനം അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരയിൽപ്പെട്ട് ബോട്ട് മറിയുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന ശ്രീജിത്തും ശ്രീമോനും തിരയിൽപ്പെട്ട് കാണാതാവുകയും ബാക്കിയുള്ളവർ നീന്തി രക്ഷപ്പെടുകയുമായിരുന്നു. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തനം വൈകിയതോടെ ഇന്നലെ മത്സ്യത്തൊഴിലാളികൾ അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. തുടർന്ന് ഉച്ചയോടെ വിഴിഞ്ഞത്ത് നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ ഹെലികോപ്റ്ററും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.